അട്ടപ്പാടിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കരടി ചത്തു. പുതൂർ പഞ്ചായത്തിൽ കുളപ്പടിക ഉന്നതിക്ക് സമീപത്താണ് കഴിഞ്ഞ ദിവസം കരടി പരിക്കേറ്റ നിലയിൽ കാണപ്പെട്ടത്. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ പുതൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയിരുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് കരടി ചത്തത്. 5 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആൺകരടിയാണ് ചത്തത്. പരിക്കേറ്റ കരടി അരയ്ക്ക് താഴെ തളർന്ന നിലയിലായിരുന്നു. ആന ചവിട്ടിയതാണെന്ന സംശയമുണ്ടായിരുന്നെങ്കിലും സുവോളജിക്കൽ പാർക്കിലെ ഡോക്ടർമാർ ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെയാണ് കുളപ്പടിക ഉന്നതിക്ക് സമീപം വനാതിർത്തിയിൽ കരടിയെ പരിക്കേറ്റ നിലയിൽ ആദിവാസികൾ കണ്ടത്. പിൻകാലുകൾക്ക് പരിക്കേറ്റ് നടക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു. വനം വകുപ്പിനെ വിവരമറിയിച്ചതോടെ അട്ടപ്പാടി റേഞ്ച് ഓഫീസർ എൻ സഫറിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പുകാരെത്തി കരടിയെ നിരീക്ഷിച്ചു. മണ്ണാർക്കാട്ട് നിന്ന് ദ്രുതപ്രതികരണ സംഘത്തിന്റെ കൈവശമുള്ള കൂടെത്തിച്ച് വൈകിട്ട് 5 മണിയോടെ കരടിയെ പിടികൂടി. ശനിയാഴ്ച പുലർച്ചെ 3-നാണ് പുതൂർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും തൃശൂരിലേക്ക് കൊണ്ടുപോയത്. സുവോളജിക്കൽ പാർക്കിലെ ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള കരടിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടാൽ ചികിത്സ ആരംഭിക്കാനായിരുന്നു നീക്കം. ഇതിനായി മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിലെ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം രൂപവൽക്കരിക്കാനുള്ള നീക്കത്തിലുമായിരുന്നു വനംവകുപ്പ്. എന്നാൽ ഒരു ദിവസം മാത്രമേ ജീവൻ നിലനിർത്താനായുള്ളൂ. തിങ്കളാഴ്ച രാവിലെയോടെയാണ് കരടി ചത്തത്. ഇടവാണി ഉന്നതിയിൽ പ്ലാവിൽ തങ്ങിയിരുന്ന കരടിയെ നിരന്തര ശല്യമായതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ച് ഉൾക്കാട്ടിലേക്ക് തുരത്തിയിരുന്നു. താഴെ ഭൂതയാറിൽ തേൻ സംസ്കരണ കേന്ദ്രം തുടങ്ങിയതോടെ വീണ്ടും എത്തിയ കരടി തേൻ സംസ്കരണ കേന്ദ്രത്തിന്റെയും അങ്കണവാടിയുടെയും വാതിലുകൾ തകർക്കാൻ ശ്രമിച്ചിരുന്നു.